ഹലോ, ഇന്ന് നമ്മളൊരു കുട്ടി സ്കെച്ച് ബുക്ക് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. എൻ്റെ പഴയ സ്കെച്ച് ബുക്ക് തീരാറൊന്നും ആയിട്ടില്ല. എന്നിരുന്നാലും ഒരു പുതിയ സ്കെച്ച് ബുക്ക് ഉണ്ടാക്കണം തോന്നി അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് വീഡിയോ ആക്കി കാണിക്കുന്നതേ ഉള്ളൂ. ഇതേപോലെ പണ്ടും ഒരു ടൈനി സ്കെച്ച് ബുക്ക് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പക്ഷേ അതിൻ്റെ കവർ പേജൊക്കെ ചെയ്ത സമയത്ത്, കവർ പേജല്ല കവർ ഡിസൈൻ ചെയ്ത സമയത്ത് അത്യാവശ്യം നന്നായിട്ട് കോളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വളരെ കെയർഫുള്ളായിട്ടാണ് ഞാനതുകൊണ്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഴയ ജീൻസിൻ്റെ ക്ലോത്താണ് ഈ കവർ ഡിസൈൻ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മീതെ ഇങ്ങനെ എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. എംബ്രോയ്ഡറി എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. പറ്റുന്ന പോലെ കുറച്ച് പൂക്കളും ഇലകളൊക്കെ തുന്നി കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് വലിയ കാര്യമായിട്ട് അറിയില്ലാത്തത് കൊണ്ട് തന്നെയാണ് കേട്ടോ ഡീറ്റെയിൽഡ് വീഡിയോ ഈ ഒരു പോർഷനിൽ ചെയ്യാതിരുന്നത്. ഫ്രഞ്ച് നോട്ടാണ് ഇതിൽ ആ പൂക്കൾ തുന്നാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഏതാണെന്നൊന്നും വലിയ പിടിയില്ല. എന്തൊക്കെയോ പറ്റുന്ന രീതിയിലൊക്കെ തുന്നി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നപ്പോൾ നിർത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവർ ഡിസൈൻ. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ആഷ് കളറിലെ നൂല് കൊണ്ടിട്ട് ഒരു ബോർഡർ പോലെ 4 സൈഡിലുമായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ചുകൂടി ഫ്രഞ്ച് നോട്ട് ചേർത്തിട്ട് ഓരോരോ ഫ്ലവേഴ്സ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും. പക്ഷെ നമ്മളിപ്പോൾ ഇതുകൊണ്ട് നിർത്തി. ഇങ്ങനെ 4 സൈഡിലും ബോർഡർ കൊണ്ട് നിർത്തി. എംബ്രോയ്ഡറി നൂല് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ തവണ സ്കെച്ച് ബുക്ക് ഉണ്ടാക്കിയപ്പോൾ ചെയ്ത ഒരബദ്ധം എന്ന് പറയുന്നത് എംബ്രോയ്ഡറി നൂലിന് പകരം സാധാരണ നൂല് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് തുന്നി കഴിഞ്ഞപ്പോൾ വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അന്ന് ഫ്ലവേഴ്സ് തുന്നിയപ്പോൾ ഫ്രഞ്ച് നോട്ട് പോലും എനിക്ക് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം നന്നായിട്ട് കൊളായി. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, ഫ്ലവേഴ്സ് ചെയ്തിട്ട് പോലും അതിൻ്റെ ഒരു കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഷേപ്പ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്നതേ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെയാണുള്ളത്. പിന്നെ ജീൻസിൻ്റെ ക്ലോത്ത് സിംഗിൾ ക്ലോത്ത് ആയിട്ട് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ 2 പീസസേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 പീസും ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി വലിയ സൈസിൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലുള്ള ഒരു സൈസിലേക്ക് വേണം നമ്മുടെ ജീൻസിൻ്റെ ക്ലോത്ത് എടുക്കാനായിട്ട്. കുറച്ചുകൂടി ഫ്ലവേഴ്സും ഒക്കെ തുന്നി കൊടുത്താൽ ഭംഗിയുണ്ടാവും. പിന്നെ ഇപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ കയ്യിലുള്ള ക്ലോത്ത് ഉള്ളത്. ഇനി ഇതിന് ചേർന്ന രീതിയിൽ വേണം പേപ്പർ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു സ്കെച്ച് ബുക്കിൻ്റെ സൈസ് ഇത് ഞാൻ സ്കെയിൽ കൊണ്ട് പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് മാർക്ക് ചെയ്യുന്നതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഇതിന് മുന്നത്തെ സ്കെച്ച് ബുക്ക് വീഡിയോയിൽ ഞാനതൊക്കെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് സൈസിലാണോ നമുക്ക് സ്കെച്ച് ബുക്ക് വേണ്ടത് ഈക്വൽ സൈസിൽ പേപ്പർ എടുത്തിട്ട് അതിൽ സ്കെയിൽ വെച്ചിട്ട് കൃത്യമായിട്ട് മാർക്ക് ചെയ്തെടുക്കുക. നീളവും വീതിയും ഒക്കെ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. അങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം വേണം നമുക്കിത് മുറിച്ചെടുക്കാനായിട്ട്. പിന്നെ ഞാൻ ഈ യൂസ് ചെയ്തിരിക്കുന്ന പേപ്പർ നോർമൽ ഡ്രോയിങ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വാട്ടർ കളറൊന്നും ചെയ്യാനായിട്ട് ഈ ഒരു പേപ്പർ നന്നായിരിക്കില്ല. പക്ഷേ പെൻസിൽ സ്കെച്ചോ പെൻ സ്കെച്ചോ അതുപോലെ അക്രിലിക് കളേഴ്സ് കൊണ്ട് പെയിൻറ് ചെയ്യാനോ ഒക്കെ ഈ ഒരു പേപ്പർ തന്നെ മതിയാവും. നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാമല്ലോ, മിക്കവാറും ഞാൻ അക്രിലിക് പെയിൻ്റാണ് ഇത്തരം കുഞ്ഞ് സ്കെച്ച് ബുക്കുകളിൽ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു സ്കെച്ച് ബുക്കിൻ്റെ പേർപ്പസും അത് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പേപ്പർ തന്നെ എടുത്തത് കേട്ടോ. ഒരിക്കലും നോർമൽ നോട്ട്ബുക്കിൻ്റെ പേപ്പർ എടുക്കാതിരിക്കുക. വേണമെങ്കിൽ ചാർട്ട് പേപ്പറൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ 2 പേജസ് വരുന്ന രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഒരു സിംഗിൾ ഷീറ്റിൽ 2 പേജസ് വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് മടക്കിയെടുക്കണം. കൃത്യം പകുതിയായിട്ട് ഇതിങ്ങനെ മടക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു പകുതിയായിട്ട് കാണുന്ന ആ ഭാഗമില്ലേ, അതാണ് ഓരോ പേജായിട്ട് വരുന്നത്. അപ്പോൾ തുന്നാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ 2 പേജസായിട്ട് ഒരുമിച്ച് വെച്ചിരിക്കുന്നത്. അതിങ്ങനെ നന്നായിട്ട് മടക്കിയെടുക്കുക. പിന്നെ മടക്കുമ്പോഴൊക്കെ കൃത്യമായിട്ട് തന്നെ അത് മടക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ചില ഭാഗം പൊങ്ങിയും താഴ്ന്നൊക്കെ ഇരിക്കും. ഇപ്പോൾ ഇത്രയും പേജസാണുള്ളത്. ഒരു 24 പേജസോളം ഞാനിങ്ങനെ ചെയ്തെടുത്തപ്പോൾ ഉണ്ടായിരുന്നു. ഇത് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഇതിൻ്റെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കട്ടി പേപ്പറാണ് കേട്ടോ. ഏതെങ്കിലും ഒരു കട്ടി പേപ്പർ എടുക്കുക. എന്നിട്ട് നമ്മുടെ സ്കെച്ച് ബുക്കിൻ്റെ അതേ സൈസിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ നടുക്ക് ഭാഗത്ത് വെക്കാനായിട്ട് ഇതേപോലെ നീളത്തിലുള്ള ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കണം. ഈ 3 പീസും റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മുടെ ജീൻസിൻ്റെ ക്ലോത്തിലേക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് അതിന് മുന്നേ ഞാനതൊന്ന് വെച്ച് നോക്കുന്നുണ്ട്, കൃത്യം സൈസാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ ചെറിയ ഗ്യാപ്പ് ഇട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. എല്ലാം ഒരുമിച്ച് നിരത്തി വെച്ചിട്ട് ഒരിക്കലും ഗ്ലൂ തേച്ച് കൊടുക്കരുത്. പകരം കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ആ സ്കെച്ച് ബുക്ക് മടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതേപോലെ കൃത്യമായിട്ട് പശ തേച്ച് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. വീഡിയോയിൽ കാണുമ്പോൾ ഞാനിങ്ങനെ പശ തേച്ചിട്ട് അത് ചുമ്മാ വയ്ക്കുന്നത് പോലെയാണ് തോന്നുന്നതെങ്കിലും നിങ്ങളത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനും ഇതിൻ്റെ ഇടയ്ക്ക് നന്നായിട്ട് ഇത് പ്രസ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്താൽ മാത്രമേ അത് നന്നായിട്ട് ഒട്ടിക്കിട്ടുള്ളൂ. പിന്നെ ഈ നോർമലായിട്ടുള്ള ഫെവിക്കോളിന് പകരം വേണമെങ്കിൽ നമുക്ക് ഗ്ലൂ ഗണ്ണോ അങ്ങനെയുള്ള കുറച്ചുകൂടി പെട്ടെന്ന് ഒട്ടുന്ന ഏതെങ്കിലും പശകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ ഫെവിക്കോൾ എടുത്തത് എല്ലാവരുടെയും കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫെവിക്കോൾ ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഏത് ഗ്ലൂ യൂസ് ചെയ്താലും നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വേണം
ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ അതിൻ്റെ ആ ക്ലോത്ത് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഈ ക്ലോത്തിൻ്റെ പീസ് കുറച്ചുകൂടി വലുതായിരുന്നെങ്കിൽ എനിക്ക് ഒട്ടിക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്ലോത്ത് ചെറുതായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഇത് തന്നെ എടുത്തത്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി വലിയ ക്ലോത്ത് എടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു കാര്യം മറന്നുപോയി, ഇതിൻ്റെ 4 സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം, എന്നാൽ മാത്രമേ മടക്കുമ്പോൾ വൃത്തിയായിട്ടിരിക്കുകയുള്ളൂ കേട്ടോ. പക്ഷേ ഞാൻ ആ കാര്യം മറന്നുപോയി, അതുകൊണ്ട് പിന്നീടാണ് അത് കട്ട് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് 4 സൈഡ് ഇതുപോലെ തന്നെ പശ തേച്ച് അത്യാവശ്യം സമയമെടുത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വൃത്തികേടായിട്ട് തോന്നുന്ന ഒരു ഭാഗം കവർ ചെയ്യാനായിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് ഗ്ലൂ തേച്ച് അതിലേക്ക് ഒട്ടിക്കാൻ പോവാണ്. ഇത് നോർമലായിട്ടുള്ള ഒരു പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് പശ തേച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതാകുമ്പോൾ ആ അരികു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് പോലെയൊക്കെ ഇരിക്കുന്നത്, ജീൻസിൻ്റെ ആ ക്ലോത്തിലിരിക്കുന്നതൊന്നും കാണില്ല, നല്ല നീറ്റായിട്ടുണ്ടാവും സ്കെച്ച് ബുക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പേജ് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ആ ഒരു പേജസ് എല്ലാം ചേർത്ത് തുന്നിയെടുക്കുകയാണ്. ഈ 2 പേജസ് വീതം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ, അപ്പോൾ അതിൽ കൃത്യമായിട്ട് എവിടെയാണ് നമ്മൾ തുന്നേണ്ടത് ആ ഭാഗം കൃത്യമായിട്ട് അളന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പേജിലല്ല, എല്ലാ പേജിലും ഒരേപോലെ വരാനായിട്ട് ഒരുമിച്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനേക്കാളും കൃത്യമായിട്ട് വരാനായിട്ട് എല്ലാ പേജും സ്കെയിൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. പക്ഷേ ഇപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. ആദ്യമായിട്ട് ചെയ്യുന്നവർ തീർച്ചയായിട്ടും അതൊക്കെ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാനായിട്ട് നീറ്റായിട്ടുള്ള ഒരു സ്കെച്ച് ബുക്ക് നമുക്ക് കിട്ടും. എന്നിട്ട് വേറെ പരിപാടികളൊന്നുമില്ല. ഈ സ്കെച്ച് ബുക്കിൻ്റെ ഈ 2 സൈഡിലേക്ക് ഈ കാണുന്നത് പോലെ സൂചി കുത്തിയിറക്കി 2 തവണ ഇങ്ങനെ നീറ്റായിട്ട് തുന്നിയെടുക്കുക. എന്നിട്ട് അടുത്ത പേജ് ഇതിനോട് ചേർത്ത് വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്ത് തുന്നി പോകാൻ പോവാണ്. അപ്പോൾ ഇതെനിക്ക് പറഞ്ഞു തരുന്നതിൽ വലിയൊരു പിടിയില്ല. ഇത് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇത് നോർമൽ ആയിട്ടുള്ള ഒരു നൂലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അഭംഗി ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കുറച്ചുകൂടി കട്ടിയുള്ള നൂല് വാങ്ങിക്കാൻ കിട്ടും, ഇങ്ങനെ തുന്നാനും ഇതിനൊക്കെയുള്ള കാര്യങ്ങൾക്കായിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള നൂല് വാങ്ങിക്കുകയാണെങ്കിൽ ചെയ്ത് കഴിയുമ്പോൾ ഒരു നീറ്റായിട്ടുള്ളൊരു ലുക്ക് ഉണ്ടാവും. മാത്രമല്ല ഇത്ര തവണ അതിലൂടെ ഇങ്ങനെ കോർത്തെടുക്കേണ്ട ആവശ്യം വരില്ല. ഒരു കട്ടിക്ക് വേണ്ടിയിട്ടേ 2ഓ 3ഓ തവണയൊന്നും ഇങ്ങനെ കോർത്തെടുക്കേണ്ട, പകരം ഒറ്റ തവണ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ 2 പേജസും തമ്മിൽ ചേർത്ത് തുന്നിയെടുക്കുക. ഇനി അഥവാ നൂല് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നത് പോലെ അതൊന്ന് കെട്ടിട്ടിട്ട് വേണം നമ്മളത് കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. അടുത്ത നൂല് കോർത്ത് വീണ്ടും നമ്മൾ അതിനോട് ചേർത്ത് പേജ് വെക്കുന്ന സമയത്ത് ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന പേജിൻ്റെ ഉള്ളിലൂടെ ഒരു തവണ നൂല് വലിച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ അടുത്ത പേജിലേക്ക് കുത്തിയിറക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിത് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാ പേജസും നല്ല ടൈറ്റായിട്ട് തന്നെ തുന്നിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിതിൻ്റെ ഇടയ്ക്ക് 2-3 തവണ നൂല് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിനേക്കാളും നല്ലത് എപ്പോഴും കുറച്ച് നീളത്തിൽ നൂലെടുക്കുന്നതാണ്. കെട്ട് വീഴാതിരിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ കുറേ തവണ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വീണ്ടും നൂല് കോർത്തിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഭംഗിക്കുറവും ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നൂലിങ്ങനെ കുറേ കട്ട് ചെയ്ത് അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ടിരിക്കുന്നത് കാണുമ്പോൾ ഒരു നീറ്റ്നെസ് തോന്നില്ല നമുക്ക്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ നീളത്തിൽ നൂലെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞില്ലേ അതിൻ്റെ സൈഡ് കാണാനായിട്ട് എത്രത്തോളം ഭംഗി ഉണ്ടായിരുന്നില്ല എന്ന്. സാരമില്ല, നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് അത് പോകുന്ന ഭാഗമായതുകൊണ്ട് തന്നെ ഒട്ടിച്ചു കഴിയുമ്പോൾ അത് കാണില്ല. അപ്പോൾ അതുകൊണ്ട് നീറ്റായിട്ടിരുന്നോളും. പിന്നെ ചെയ്യേണ്ടത് നന്നായിട്ട് പശ തേച്ചിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുക എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ പശ തേച്ചിട്ട് ഈ പേപ്പറെല്ലാം നല്ല അടുക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കാൻ വഴിയില്ല. നീറ്റായിട്ട് തുന്നിക്കഴിയുമ്പോൾ തന്നെ അത് നേരെ ഇരുന്നോളും. ഇനി അഥവാ ഏതെങ്കിലും പേപ്പറിൻ്റെ ഓർഡറിലൊക്കെ എന്തെങ്കിലും വ്യത്യാസമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിലും ഈ വെച്ച് കൊടുക്കുന്ന സമയത്ത് നീറ്റായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തുന്നലിലുള്ള അപാകതകളൊക്കെ ഈ ഒരു ചെയ്യുന്ന കാര്യത്തിലൂടെ, ഇങ്ങനെ പശ തേച്ച് ഒട്ടിക്കുന്ന കാര്യത്തിലൂടെ മാറിക്കിട്ടും. അപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗവും കറക്റ്റാണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മീതെ എന്തെങ്കിലും കട്ടിയുള്ള സാധനങ്ങൾ എടുത്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ ഒരിക്കലും അത് തുറന്ന് നോക്കരുത്. ഒരു ദിവസമെങ്കിലും അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. നമ്മുടെ സ്കെച്ച് ബുക്ക് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ഇതുപോലെയാണുള്ളത്. സൈഡൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് പറയുന്നത് ഈ എംബ്രോയ്ഡറി ചെയ്ത സമയത്ത് ഇത് കൃത്യമായിട്ടുള്ളൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലല്ല ആ ബോർഡർ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗിക്കുറവ് ചെറുതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഉള്ളിലുള്ള ഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ പേജൊക്കെ ഞാൻ ജസ്റ്റ് എല്ലാം കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് മറിച്ച് നോക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കെച്ച് ബുക്ക് ഉള്ളത്. നിങ്ങൾക്കിതുപോലെ ഏത് പേപ്പർ കൊണ്ട് വേണമെങ്കിലും ഇതുപോലെ ഇഷ്ടമുള്ള സൈസിൽ സ്കെച്ച് ബുക്ക് ഉണ്ടാക്കിയെടുക്കാം. സ്കെച്ച് ബുക്ക് മാത്രമല്ല
എന്ത് ബുക്കായിരുന്നാലും, എഴുതാനുള്ള ബുക്കായിരുന്നാലും ഇതുപോലെ ഇതേ മെത്തേഡിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കെച്ച് ബുക്ക്. കാണാനായിട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇതിപ്പോൾ കുറച്ചധികം തവണയായിട്ട് ഞാനത് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയത്. ആദ്യത്തെ തവണ ട്രൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അബദ്ധങ്ങളൊക്കെ പറ്റും. എന്നിരുന്നാലും അത് വലിയ കാര്യമാക്കണ്ട. നന്നായിട്ട് സമയമെടുത്ത് ക്ഷമയോടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല ഭംഗിയുള്ള ബുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ സ്കെച്ച് ബുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. എന്നിട്ടത് കമൻറ്റ് ചെയ്യുക കേട്ടോ. ബൈ.